ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് നമ്മളൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന കടലമാവും പിന്നെ ഡാൽഡ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഞ്ചസാരയൊക്കെ ചേർത്താണല്ലോ ഉണ്ടാക്കുന്നത്. അതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഡുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ബ്രൗൺ റൈസാണ്. അതായത് നമ്മുടെ മട്ടേരിയല്ല, വേറെ ബ്രൗൺ റൈസ് എന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അഥവാ ഇനി നിങ്ങൾക്ക് ബ്രൗൺ റൈസ് ഇല്ലെങ്കിൽ നമ്മുടെ മട്ടേരി എടുക്കാവുന്നതാണ്. അതായത് തവിടുള്ള അരി ഉണ്ടല്ലോ, അതെടുക്കാം. അതൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് വറുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി, കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതിലേക്കൊരു 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പാൻ തന്നെ നമ്മൾ ചേർക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം മേടിക്കാൻ കിട്ടും. ഇത് 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ചണവിത്ത്, അത് ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്, നമുക്ക് കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരി വറുത്ത് മാറ്റി വെച്ചതിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ചേർക്കുന്നത് കറുത്ത എള്ളാണ്. ഇപ്പോൾ കറുത്ത എള്ള് തന്നെ വേണമെന്നില്ല, വെളുത്തെള്ളും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം കറുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. ഈ കറുത്ത എള്ള് നമുക്ക് ബ്ലഡ് ഉണ്ടാകാനും നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലം കിട്ടാനും വളരെ നല്ലതാണ്. ഒന്ന് ചൂടായാൽ മതി കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും എള്ള്. ഇനി ഇത് നമുക്ക് ഈ അരിയുടെ കൂടെ അല്ല, വേറെ മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് നട്ട്സാണ്. അതിപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളത് ഇഷ്ടത്തിന് കൂടുതൽ ചേർക്കണേ കൂടുതൽ ചേർക്കാം. നട്ട്സ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വറുത്ത കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ഇല്ലെങ്കിൽ കപ്പലണ്ടി മാത്രമായാലും ചേർക്കാം, കുറച്ചുകൂടെ അളവ് കൂട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ നട്ട്സ് ചൂടായതിന് ശേഷം ചേർക്കുന്നത്, തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ എള്ള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ എള്ളിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്ത് വയ്ക്കാം. ഇനി നമ്മുടെ ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ പകുതി നമ്മൾ എടുത്തിട്ടില്ല, ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതി. അത് എടുക്കുമ്പോൾ ചിരട്ടയുടെ പൊടിയൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ നെയ്ക്കകത്തോട്ട് ഈ തേങ്ങ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട, നമ്മുടെ തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ വെള്ളമയമൊക്കെ ഒന്ന് പറ്റി ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട്, മിക്സിയുടെ ജാർ എടുക്കുമ്പോഴും നല്ല ഉണങ്ങിയ ജാറായിരിക്കണം കേട്ടോ, നനവ് പാടില്ല. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച അരിയും ഫ്ലാക്സ് സീഡും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർത്ത് കുറച്ച് പനങ്കൽക്കണ്ടൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നില്ല.
കുറച്ച് ചേർക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ചേർത്താണ് കേട്ടോ. അതുകൂടി ഈ അരിയുടെ കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പൗഡർ പോലെ ആവണം, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയായ ഒരു ലഡുവാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നതിലൊക്കെ എത്രയോ ഹെൽത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് നട്ട്സ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ എള്ളൂടെ ചേർത്ത്, നമ്മൾ അരിയുടെ കൂടെ എള്ള് ചേർക്കാമെന്ന് എള്ളങ്ങ് ഒരുപാട് പൊടിഞ്ഞു പോകണ്ട. നമ്മൾ ഈ ലഡു കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എള്ള് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ, അതുകൊണ്ടാണ് നമ്മൾ ഈ നട്ട്സിൻ്റെ കൂടെ ചേർത്ത്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക. ഒന്ന് കറക്കിയാൽ മതി, അപ്പോഴത്തേക്ക് ഇതൊന്ന് പൗഡർ പോലെ ആവണ്ട കേട്ടോ. ഈ ഒരു എള്ളൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്, ഒരുപാട് പൊടിഞ്ഞിട്ടില്ല. ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മധുരത്തിന് ഇവിടെ ഈന്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഒരു 20 ഈന്തപ്പഴം കുരു കളഞ്ഞാണ്. നിങ്ങൾക്ക് ഈന്തപ്പഴം ഇല്ലെങ്കിൽ ഇതിന് പകരം ശർക്കര ചേർക്കാം കേട്ടോ. ശർക്കര ആകുമ്പോൾ നമ്മൾ ഇച്ചിരി ഉരുക്കി ഒരു കുറച്ച് വെള്ളം വെച്ച് ഉരുക്കി ഒന്ന് ഒഴിച്ചെടുക്കണം, അരിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഉണങ്ങിയ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മളിത് എടുക്കുന്ന പാത്രമൊക്കെ നല്ല ഉണങ്ങിയതായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലഡു കുറേ ദിവസം പുറത്ത് കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊക്കെ ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ പീസുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈയൊക്കെ നല്ല കഴുകി ഉണങ്ങിയതിന് ശേഷമായിരിക്കണം നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും കട്ട കട്ടയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടോന്ന്, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മളിങ്ങനെ പിടിച്ചാൽ നമ്മൾ പൊടിഞ്ഞു പോകാതെ കിട്ടുന്ന ആ ഒരു പരുവാണ് ഇത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പൊടിയായിരിക്കും, പക്ഷെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല എണ്ണയും നല്ല നെയ്യൊക്കെ തെളിഞ്ഞു വരും ഇങ്ങനെ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ലഡു ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, വീണ്ടും ഉരുട്ടി കൊടുത്താൽ നമ്മുടെ ലഡു ടൈറ്റായിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഉരുട്ടി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മുടെ ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ ലഡു ചെയ്ത് ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിലല്ല ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ പെട്ടെന്ന് അത് കട്ടിയായി നല്ല ടൈറ്റായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതുകൂടെ നമ്മളിതുപോലെ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികൾക്കായാലും നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ലഡുവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.